ഹായ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസിനെയും അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കൂ, ടെർമിനൽ പി ഡി എന്താണെന്നും ഒക്കെ നമ്മൾ ലോസ്റ്റ് വോൾട്ട് എന്താണെന്നും ഒക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പം ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്ന സെക്ഷനാണ് സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ ഓഫ് സെൽസ്. അപ്പം അത് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്താം. അപ്പോൾ ഒന്ന് പറയണം നിങ്ങൾ കേട്ടോ. ഇതൊരു സെല്ലാണ്, ഈ സെല്ലിൻ്റെ ഇ എം എഫ് എന്ന് പറയുന്നത് ഇ ആണ്. അപ്പം ഇ എം എഫ് എത്രയാണ്? ഇ ആണ്. ഈ സെല്ലിനെ ഞാൻ ഇതുപോലെ ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിൽ കൊടുത്തിരിക്കും, ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിലാണ്. അപ്പോൾ ഇതുവഴിയുള്ള കറണ്ട് എത്രയാണ്? ഐ ആണ്. ഈ കറണ്ട് ഈ റെസിസ്റ്ററിൽ കൂടെ പോകുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ടെർമിനൽ പി ഡി ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ടെർമിനൽ പി ഡി എത്രയാ? ഐ ഇൻറ്റു ആർ, ഐ ഇൻറ്റു ക്യാപിറ്റൽ ആർ. ആർ എന്ന് പറയുന്നത് ഇതിൻ്റെ റെസിസ്റ്റൻസ് ആണ്. ഇനി കറണ്ട് ഇവിടെ വന്നിട്ട് സെല്ലിൻ്റെ അകത്തൂടെ കയറി പോകുന്നതാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ സെല്ലിൻ്റെ അകത്തൂടെ പോകുമ്പോഴത്തേക്ക് ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ആവും. അതിനെ ലോസ്റ്റ് വോൾട്ട് എന്ന് പറഞ്ഞു അല്ലേ. ലോസ്റ്റ് വോൾട്ട് എത്ര? ഐ ഇൻറ്റു സ്മോൾ ആർ. ഇതിനകത്ത് സ്മോൾ ആർ എന്ന് പറയുന്നത് സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ്, നമുക്കറിയാന്നുള്ള കാര്യം. അപ്പോൾ ഇതൊരു സെല്ലാണ്, സെല്ലിൻ്റെ ഇ എം എഫ് ഇ ആണ്. ഈ സെല്ലിൽ നിന്ന് ഇറങ്ങി വരുന്ന കറണ്ട് ഐ ആണ്. ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ടെർമിനൽ പി ഡി എങ്ങനെ കണ്ടുപിടിക്കും? ടെർമിനൽ പി ഡി ആണ് ഐ ആർ. ഇനി അടുത്ത് ആ കറണ്ട് ഇവിടെ വന്ന് നിൽക്കുകയല്ല, സെല്ലിൻ്റെ അകത്തൂടെ കയറി പോകുന്നതാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതിനകത്തൊരു വോൾട്ടേജ് ഡ്രോപ്പ് ആവും. ആ വോൾട്ടേജ് ഡ്രോപ്പിന് നമ്മൾ പറയുന്ന പേരാണ് ലോസ്റ്റ് വോൾട്ട് എന്ന്. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഒരു ഇക്വേഷൻ ഓർമ്മിപ്പിക്കാം. ഇ എം എഫ് ഈസ് ഈക്വൽ ടു ടെർമിനൽ പി ഡി പ്ലസ് ലോസ്റ്റ് വോൾട്ട് എന്നാണ് ഞാൻ പഠിപ്പിച്ചത്. ടെർമിനൽ പി ഡി പ്ലസ് ലോസ്റ്റ് വോൾട്ട് എന്നാണ് പഠിപ്പിച്ചത് അല്ലേ. ഇനി ഇ എം എഫ് നമ്മുടെ ഏത് ലെറ്ററാണ്? ഇ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ടെർമിനൽ പി ഡി എന്താണ്? ടെർമിനൽ പി ഡി എന്ന് പറയുന്നത് വി എന്ന് റെപ്രസെന്റ് ചെയ്യാം. അല്ലെങ്കിൽ ആ ടെർമിനൽ പി ഡി ആൻസർ അങ്ങ് പറഞ്ഞാൽ മതി, ഐ ആർ പ്ലസ് ലോസ്റ്റ് വോൾട്ട് എന്ന് പറയുന്നത് ഐ ഇൻറ്റു സ്മോൾ ആർ. ഇനി ഇ ഈസ് ഈക്വൽ ടു ഐ കോമൺ എടുത്തു, ആർ പ്ലസ് ആർ. ഇനി ഇതിനകത്ത് നിന്ന് കറണ്ട് ഇൻ ദ ലൈൻ നമ്മൾ കണ്ടുപിടിച്ചു. എന്തായിരുന്നു? ഇ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് ആർ. ഇത് ഓർമ്മയിൽ വന്നോ? See, what is this? This is a cell. What is the EMF of the cell? E. Then what is the current in the line? I. This is a resistor. What is the voltage dropped there? I into capital R. This I into capital R is known as terminal PD. Then this current continues here inside the cell. Then a voltage will be dropped there. We call it lost volt. What is the answer of lost volt? I into small r. Then what is the relation connecting the three? EMF is equal to terminal PD plus lost volt. EMF is represented by the letter capital E is equal to terminal PD I into capital R plus lost volt I into small r. Then I taken common, balance inside. So from this you can calculate the current in the line. What is the current in the line? Current in the line is equal to E divided by R plus R. Any doubt? ഇനി നമുക്ക് ഏതിലേക്ക് പോവാം? സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സിലേക്ക് പോവാം. അപ്പോൾ ഇത് ഓർമ്മയിൽ വേണം. ഇത് വെച്ചിട്ട് നിങ്ങൾ ആൻസർ എല്ലാം പറഞ്ഞാലേ എനിക്ക് സ്മൂത്ത് ആയിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാൻ പറ്റൂ. അപ്പം നമ്മൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇതിനകത്തുള്ള സീരീസ് കോമ്പിനേഷനെ പറ്റിയാണ്. അപ്പം നമ്മുടെ സീരീസ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്, സീരീസ് കോമ്പിനേഷൻ ഓഫ് സെൽസ് നോക്കിക്കോളൂ. ഇവിടെ കുറേ സെല്ലുകളുണ്ട്. ആദ്യത്തെ സെൽ, രണ്ട് സെൽ, ഓക്കെ, രണ്ട് സെല്ല് മതി. അപ്പം ആദ്യത്തെ സെല്ലിൻ്റെ ഇ എം എഫ് ആണ് E1, ഈ സെല്ലിൻ്റെ ഇ എം എഫ് E2 ആണ്. ഇത് രണ്ടും എൻ ടു എൻഡ് കണക്ട് ചെയ്യുന്നു. ഇപ്പൊ കണക്ഷൻ കണ്ടോ? ഇതിന്റെ ഓക്കെ, എൻ ടു എൻഡ് കണക്ട് ചെയ്തു. ഇതിന്റെ നെഗറ്റീവിനെ അടുത്തതിന്റെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്തു. ഇത് ഇവിടുന്ന് കണക്ഷൻ, ഇവിടുന്ന് ഓക്കെ. അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഡിവൈസിലോട്ട് പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ലൈനിലെ കറണ്ട് കോമൺ ആയിരിക്കും. അപ്പൊ ഈ ലൈനിലെ കറണ്ട് എന്ന് പറയുന്നത് ഐ ആണ്. ലൈനിലെ കറണ്ട് എത്ര? ഐ. അപ്പൊ ഇവിടെ എവിടെ എടുത്താലും ലൈനിലെ കറണ്ട് എത്ര ആയിരിക്കും? ഐ തന്നെ ആയിരിക്കും. ഈ സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് R1, ഈ സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് R2 ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ കുറെ പോയിന്റ്സ് മാർക്ക് ചെയ്യാം. ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു, എ എന്നാണ് ഇതിന്റെ പേര്. ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു, ബി. ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു, സി. ഇങ്ങനെ 3 പോയിന്റ് ഞാൻ മാർക്ക് ചെയ്യും. ഇനി നിങ്ങളാണ് എനിക്ക് പറഞ്ഞു തരേണ്ടത്. ഞാൻ അവിടെ ഒരു സംഭവം സൈഡിലോട്ട് എഴുതാം. എന്താണ്? ടെർമിനൽ ഇ എം എഫ് ഈക്വൽ ടു ടെർമിനൽ പി ഡി പ്ലസ് ലോസ്റ്റ് വോൾട്ട് എന്നാണ്. ഓക്കെ, ദെൻ അടുത്ത ഇ എം എഫ് ഈസ് ഈക്വൽ ടു പറയൂ ടെർമിനൽ പി ഡി പ്ലസ് ലോസ്റ്റ് വോൾട്ട്. അത് മതി. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ ആൻസർ പറയൂ. ഇവിടെ പി ഡി ബിറ്റ്വീൻ എ ആൻഡ് ബി,
എക്കും ബിക്കും ഇടയ്ക്കുള്ള പി ഡി എത്രയാണെന്ന് പറയണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ സെല്ല് ഇത് കണ്ടിട്ട് എന്തോ തോന്നുന്നു നിങ്ങൾക്ക്? ഇത് ഓപ്പൺ സർക്യൂട്ടാണോ ക്ലോസ്ഡ് സർക്യൂട്ടാണോ? ഓപ്പൺ ആയിട്ട് തോന്നുന്നു അല്ലേ? പക്ഷെ ഞാൻ ആദ്യമേ പറഞ്ഞു ഇതിലിങ്ങനെ കറണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകണമെങ്കിൽ ഇത് എന്തായിരിക്കണം? ക്ലോസ്ഡ് സർക്യൂട്ട് ആയിരിക്കണം. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊരു ഡിവൈസുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ചോദിച്ചിരിക്കുന്നത് ക്ലോസ്ഡ് സർക്യൂട്ടിലുള്ള സെല്ലിൻ്റെ ഇതാ ഇവിടെ ഈ 2 പോയിന്റ് ടെർമിനലുകൾക്കിടയ്ക്കുള്ള പി ഡി എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലോസ്ഡ് സർക്യൂട്ടിലുള്ള സെല്ലിൻ്റെ 2 ടെർമിനൽസിനിടയ്ക്കുള്ള പി ഡി എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഞാൻ ടെർമിനൽ പി ഡി എത്രയെന്നാണ് ചോദ്യം. ടെർമിനൽ പി ഡി എങ്ങനെ കാണുമെന്ന് നിങ്ങൾ പറയൂ. ഇ മൈനസ് ലോസ്റ്റ് വോൾട്ട് എന്നല്ലേ? ഇ മൈനസ് ലോസ്റ്റ് വോൾട്ട് എന്നാണ്. അപ്പോൾ ഇ എന്ന് പറയുന്നത് ഇവിടെ E1 ആണ്. അപ്പോൾ E1 മൈനസ് ഇവിടുത്തെ ലോസ്റ്റ് വോൾട്ട് എത്രയെന്ന് പറയണം. ലോസ്റ്റ് വോൾട്ട് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ലോസ്റ്റ് വോൾട്ട് ഈസ് ഈക്വൽ ടു I ഇൻറ്റു സ്മോൾ ആർ ആണ്. അപ്പോൾ I ഇൻറ്റു സ്മോൾ ആർ ഇവിടെ എത്രയാ? R1. മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ, നമ്മുടെ EMF കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ടെർമിനൽ പി ഡി പ്ലസ് ലോസ്റ്റ് വോൾട്ട് എന്നല്ലേ? ഇതിനകത്ത് ഓരോന്ന് എന്താണെന്ന് ഞാൻ ഇവിടെ സൈഡ് എഴുതിക്കാം. EMF E തന്നെ ടെർമിനൽ പി ഡി I ഇൻറ്റു ക്യാപിറ്റൽ ആർ ആണ്. ഓക്കെ, ലോസ്റ്റ് വോൾട്ട് I ഇൻറ്റു സ്മോൾ ആർ ആണ്. ഈ ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ മതി. നമ്മുടെ ഇവിടെ 2 സെല്ലുകളെ എൻഡ് ടു എൻഡ് കണക്ട് ചെയ്തിരിക്കുന്നു, സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ എന്നിട്ട് ഞാനിവിടെ 2 പോയിന്റ് മാർക്ക് ചെയ്തു, എയും ബിയും. എയും ബിയും എന്ന് പറയുന്നത് ആദ്യത്തെ സെല്ലിൻ്റെ ടെർമിനലുകൾക്കിടയ്ക്കുള്ള 2 ടെർമിനലിൽ നിന്നുള്ള അറ്റത്തുള്ള പോയിന്റ് അല്ലേ? അപ്പോൾ ഈ 2 പോയിന്റിലെ പി ഡി എത്രയെന്നാണ് ചോദ്യം. ഈ എക്കും ബിക്കും ഇടയ്ക്കുള്ള പി ഡി എത്രയെന്ന്. അതായത് ഫസ്റ്റ് സെല്ലിന്റെ ടെർമിനൽ പി ഡി എത്രയെന്നാണ് ഞാൻ ചോദിച്ചത്. ഫസ്റ്റ് സെല്ലിന്റെ ടെർമിനൽ പി ഡി എങ്ങനെ കാണും? ടെർമിനൽ പി ഡി എങ്ങനെ കാണും നോക്കി പറയൂ. ടെർമിനൽ പി ഡി ആണ് EMF മൈനസ് ലോസ്റ്റ് വോൾട്ട്. EMF മൈനസ് ലോസ്റ്റ് വോൾട്ട്. EMF E1 മൈനസ് ലോസ്റ്റ് വോൾട്ട് എത്ര? ലോസ്റ്റ് വോൾട്ട് I ഇൻറ്റു സ്മോൾ ആർ ആണ്. അപ്പോൾ I ഇൻറ്റു സ്മോൾ ആർ എത്ര? R1. ഓക്കെ, ഇനി അതുപോലെ നിങ്ങൾ പറയണം പി ഡി ബിറ്റ്വീൻ ബി ആൻഡ് സി. ഇപ്പം ഞാൻ ചോദിച്ചിരിക്കുന്ന എന്താണെന്ന് സെൻസ് ഉള്ളവന് മനസ്സിലാവും. എന്താണ്? ബിക്കും സിക്കും ഇടയ്ക്കുള്ള പി ഡി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സെല്ലിന്റെ ടെർമിനൽ പി ഡി എത്രയെന്നാണ് ഞാൻ ചോദിച്ചത്. വാട്ട് ഈസ് ടെർമിനൽ പി ഡി ഓഫ് ദ സെക്കൻഡ് സെൽ? സെക്കൻഡ് സെല്ലിന്റെ ടെർമിനൽ പി ഡി എത്ര? ടെർമിനൽ പി ഡി എന്താണ്? എന്ത് ചെയ്യും? EMF മൈനസ് ലോസ്റ്റ് വോൾട്ട്. ഇപ്പൊ EMF മൈനസ് ലോസ്റ്റ് വോൾട്ട് ഒരു ബുദ്ധിമുട്ടില്ല. EMF എന്ന് പറയുന്നത് E2 ആണ് മൈനസ് ഈ സെല്ലിന്റെ ലോസ്റ്റ് വോൾട്ട് പറയണം. ലോസ്റ്റ് വോൾട്ട് എന്ന് പറഞ്ഞാൽ I ഇൻറ്റു സ്മോൾ ആർ. അപ്പൊ I തന്നെ സ്മോൾ ആർ എത്രയാ? R2. അപ്പൊ 2 സെല്ലിന്റെയും ടെർമിനൽ പി ഡി ആണ് ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഒരു സെല്ല് വെറുതെ ഇരിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്നത് EMF ആണ്. ഒരു സെല്ല് വെറുതെ ഇരുന്നാൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന EMF ആണ്. പക്ഷെ സെല്ലിനെ ക്ലോസർ സർക്യൂട്ടിലായിരിക്കുമ്പോൾ ആ ഡിവൈസിന് കിട്ടുന്നത് എന്താണ്? ടെർമിനൽ പി ഡി ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലേ, ഒരു സെല്ല് വെറുതെ ഇരുന്നാൽ അതിൻ്റെ 2 ടെർമിനൽസിനിടയ്ക്കുള്ളത് ഇതിൻ്റെ EMF ആണ്. ഇനി ഒരു സെല്ലിനെ ക്ലോസർ സർക്യൂട്ടിൽ കൊടുത്തിരിക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് ആ ഡിവൈസിന് കിട്ടുന്നത് എന്താണ്? ടെർമിനൽ പി ഡി ആണ്. ശരിയല്ലേ? അപ്പം നമ്മൾ ആദ്യത്തെ സെല്ലിൽ നിന്ന് കിട്ടുന്ന ടെർമിനൽ പി ഡി എഴുതി, രണ്ടാമത്തെ സെല്ലിൽ നിന്ന് കിട്ടുന്ന ടെർമിനൽ പി ഡി എഴുതി. അപ്പം ഡിവൈസിന് കിട്ടുന്ന ടോട്ടൽ ടെർമിനൽ പി ഡി എത്രയായിരിക്കും? അപ്പം ഡിവൈസിന് കിട്ടുന്നത് ഞാൻ എഴുതാം, പി ഡി ബിറ്റ്വീൻ എ ആൻഡ് സി. എക്കും സിക്കും ഇടയ്ക്ക് ഉള്ള പി ഡി എത്രയെന്ന്, അതായത് ഡിവൈസിന് കിട്ടുന്ന പി ഡി എത്രയെന്ന് കാണാൻ എന്ത് ചെയ്യും? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. E1 മൈനസ് IR1 പ്ലസ് E2 മൈനസ് IR2. ഇനി സീക്വൽ ടു E1 പ്ലസ് E2 മൈനസ് I ഇൻറ്റു R1 പ്ലസ് R2 എന്നെഴുതിക്കൂടെ? ഇവിടെ നമ്മുടെ ഇവിടെ 2 സെല്ലുകൾ നിങ്ങൾ കാണുന്നുണ്ട്. ഈ 2 സെല്ലും കൂടെ തരുന്ന ടോട്ടൽ EMF ഈ ഈക്വലൻ്റ് ആണെന്നിരിക്കട്ടെ. ഇപ്പം 2 സെല്ലിനും ഈക്വലൻ്റ് ആയിട്ട് ഞാൻ ഒരു പുതിയ സെല്ല് വരയ്ക്കുന്നു. ഇതിൻ്റെ EMF എന്ന് പറയുന്നത് ഈ ഈക്വലൻ്റ് ആണ്. ഇനി ഇതൊരു റെസിസ്റ്റൻസ് ആണ്. യഥാർത്ഥത്തിൽ ഈ സെൽ എന്ന് പറയുന്നത് ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഉള്ള സെല്ലാണ്. അപ്പോൾ അതൊരു റെസിസ്റ്റർ തന്നെയാണ്. രണ്ടാമത്തെ സെൽ എന്ന് പറയുന്നതും ഇന്റേണൽ റെസിസ്റ്റൻസ് ഉള്ള സെല്ലാണ്. അപ്പോൾ അതിന് റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഈ 2 റെസിസ്റ്റൻസും കൂടെ ഇവിടെ സീരീസ് ആയിട്ട് കൊടുത്താൽ ടോട്ടൽ കിട്ടുന്ന റെസിസ്റ്റൻസ് ആയിരിക്കും ഈ ഈക്വലന്റ് സെല്ലിനുള്ളത്. അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R ഈക്വലന്റ് ആയിരിക്കും. മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ, ഇവിടെ 2 സെല്ലുകൾ സീരീസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഈ 2 സെല്ലും കൂടെ ഇതുപോലെ സീരീസ് ആയിട്ട് കൊടുത്താൽ ടോട്ടലി നമുക്കൊരു EMF തരുമല്ലോ. ആ EMFനെ ഈ ഈക്വലന്റ് എന്നാണ് ഞാൻ വിളിക്കുന്നത്. ഇനി ഈ 2 സെല്ലിനും ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഇക്വലന്റ് സെല്ല് തരുന്ന ഇന്റേണൽ റെസിസ്റ്റൻസിനെ R ഇക്വലന്റ് എന്നാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ ഇതിന് ഇക്വലന്റ് ആയിട്ടുള്ള സർക്യൂട്ടാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതിന് ഈക്വൽ ആണ് ആ സർക്യൂട്ട്. ഇനി നിങ്ങൾ പറയും, അപ്പോൾ E1 പ്ലസ് E2 പകരം ഞാൻ ഈ ഇക്വലന്റ് എന്ന് എഴുതാം, മൈനസ് I ഇൻറ്റു R1 പ്ലസ് R2 പകരം R ഈക്വലന്റ് എന്ന് എഴുതാം.
അപ്പോൾ ഇപ്പം എന്താണ് ഞാൻ എഴുതിയിരിക്കുന്നത്? നമ്മുടെ ഡിവൈസിന് കിട്ടുന്ന വോൾട്ടേജ് എത്ര എന്നാണ് എഴുതിയിരിക്കുന്നത്. ഡിവൈസിന് കിട്ടുന്ന വോൾട്ടേജ് കാണാൻ ഇ ഇക്വലന്റ് മൈനസ് ഐ ഇൻറ്റു ആർ ഇക്വലന്റ് എന്നാണ് റിലേഷൻ. ആ ഡിവൈസിന് കിട്ടുന്ന ഇ എം എഫ് അല്ലെങ്കിൽ ഡിവൈസിന് കിട്ടുന്ന വോൾട്ടേജ് എത്രയാ? ഇ ഇക്വലന്റ് മൈനസ് ഐ ഇൻറ്റു ആർ ഇക്വലന്റ്. ഇവിടുത്തെ ഇ ഇക്വലന്റ് എത്രയെന്ന് ചോദിച്ചാൽ E1 പ്ലസ് E2 ആണ്. ആർ ഇക്വലന്റ് എത്രയെന്ന് ചോദിച്ചാൽ R1 പ്ലസ് R2 ആണ്. അതായത് രണ്ട് സെല്ലുകളെ ഇതേമാതിരി സീരീസ് ആയിട്ട് കൊടുത്താൽ അവിടെ നിന്ന് കിട്ടുന്ന ടോട്ടൽ ഇ എം എഫ് എത്രയെന്ന് ചോദിച്ചാൽ E1 പ്ലസ് E2 ആണ്. ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഇന്റേണൽ റെസിസ്റ്റൻസ് എത്രയെന്ന് ചോദിച്ചാൽ ആർ ഇക്വലന്റ് ആണ്. ആർ ഇക്വലന്റിന്റെ ആൻസർ എത്രയാണ്? R1 പ്ലസ് R2 ആണ്. അപ്പം മനസ്സിലായവരും ആവാത്തവരും ഒക്കെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. സോ വി ആർ ഡിസ്കസിങ് അബൌട്ട് വിച്ച് കോമ്പിനേഷൻ? സീരീസ് കോമ്പിനേഷൻ ഓഫ് സെൽസ്. സോ ബിഫോർ ദാറ്റ് we want our equation. What is the equation? See, before telling the equation, say I have a cell. From this cell, see how many terminals? 2 terminals. So from this cell, what will I get? If the cell is in open circuit, what will I get? If the cell is in open circuit, I will get its EMF. Am I right? Then if the cell is in closed circuit, what will I get? What will the device get? The device will get terminal PD. ഇത് മനസ്സിലാക്കുക. ഒരു സെല്ല് വെറുതെ ഇരുന്നാൽ, ഓപ്പൺ ആയിട്ടിരുന്നാൽ അതിൽ നിന്ന് കിട്ടുന്ന വോൾട്ടേജ് എത്രയെന്ന് ചോദിച്ചാൽ അതിൻ്റെ EMF ആണ്. ഓക്കെ, അതിൻ്റെ ടെർമിനലുകൾക്കിടയ്ക്കുള്ള PD എന്ന് പറയുന്നത് അപ്പോൾ അവിടുത്തെ EMF ആണ്. അപ്പോൾ ഒരു സെല്ല് വെറുതെ ഇരുന്നാൽ അതിൻ്റെ ഓപ്പൺ സർക്യൂട്ടിലിരുന്നാൽ അതിൽ നിന്ന് കിട്ടുന്ന വോൾട്ടേജ് എത്രയെന്ന് ചോദിച്ചാൽ EMFന്റെ ആൻസർ പറയാം. ഇനി ഇതേ സെല്ലിനെ ക്ലോസ്ഡ് സർക്യൂട്ടിലാക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് കിട്ടുന്ന വോൾട്ടേജ് എത്രയെന്ന് ചോദിച്ചാൽ ടെർമിനൽ PDയുടെ ആൻസർ പറയുക. ഒന്നുകൂടെ മനസ്സിലാവാത്തവർക്ക് വേണ്ടി, സെല്ലിരിക്കുന്നു, സെല്ലിൽ നിന്ന് കിട്ടുന്ന സെല്ല് വെറുതെ ഇരിക്കുകയാണ്, ഓപ്പൺ സർക്യൂട്ടിൽ ഇരിക്കുകയാണ്, അതിൽ എത്ര വോൾട്ടേജ് കിട്ടും? EMF കിട്ടും. ഇനി സെല്ലിനെ ക്ലോസ്ഡ് ആക്കിയാൽ എത്ര വോൾട്ടേജ് കിട്ടും? ടെർമിനൽ PDയുടെ ആൻസർ പറയാം. ഓക്കെ, ഇനി നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതാം. എന്താണ് നമ്മുടെ ഇക്വേഷൻ? പറ. EMF ഈക്വൽ ടു ടെർമിനൽ PD പ്ലസ് ലോസ്റ്റ് വോൾട്ട് എന്നാണ് അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ റിലേഷൻ. E ഈക്വൽ ടു ടെർമിനൽ PDയുടെ ആൻസർ എന്താണ്? ടെർമിനൽ PDയുടെ ആൻസർ I ഇൻറ്റു ക്യാപിറ്റൽ R ആണ്. ലോസ്റ്റ് വോൾട്ടിന്റെ ആൻസർ എന്താണ്? I ഇൻറ്റു സ്മോൾ r ആണ്. ഇത്രയും മാത്രം അറിഞ്ഞാൽ മതി. Now see, we are discussing about which combination? Series combination of cells. How many cells are here? 2 cells. First cell, then its EMF E1, its internal resistance R1. Second cell, its EMF E2, internal resistance R2. These are connected end to end like this, and the combination can be connected to a device. Okay, so your circuit is closed circuit. Am I right? So from the closed circuit, what will you get? You will get the terminal PD. Am I right? See, what is the current in the line? The current in the line is I. So the current in the line is I. Here I am marking 3 points, A, B and C. 3 points are marked here. Tell me the first point. What is a PD? What is a PD between A and B? PD between A and B means terminal PD for the first cell. What is the terminal PD for the first cell? I am asking. Tell me, what is the terminal PD? Terminal PD is equal to EMF minus lost volt. So EMF minus lost volt. Okay. Then EMF is E1 minus. What is lost volt? Lost volt is I into small r. So I into small r is R1. Okay, no doubt. Then what is a PD between B and C? PD between B and C. I am asking you what is the terminal PD for the second cell? What is the terminal PD for the second cell? EMF minus lost volt. So EMF minus lost volt. No problem. Then what is the EMF? E2 minus. What is the lost volt? Lost volt is I into small r. So I into what is small r? R2. No problem. Then this is a terminal PD for the first cell. This is a terminal PD for the second cell. Am I right? What is the total terminal PD available for the device? See, PD available for the device. PD available. So how will you calculate that? This plus this. So E1 plus minus IR1 plus E2 minus IR2.
then E1 plus E2, then minus I into R1 plus R2. Okay, no problem. Then see how many cells here? 2 cells. See these two will give a total EMF. See it will give a total EMF. I call that EMF as E equivalent. So this is a equivalent cell. See how many cells here? 2 cells. See equivalent cell can be drawn like this. Its equivalent EMF is E equivalent. Then 2 cells, internal resistances R1 and R2. This is a equivalent cell. It will have an internal resistance R equivalent. Okay. So that is equal to this one. Okay. That is equal to this one. So the total EMF is E equivalent. Total internal resistance is R equivalent. See what is E equivalent? E1 plus E2 will be E equivalent minus I into what is R1 plus R2? R1 plus R2 is a R equivalent. So if 2 cells are connected like this, it will give a total EMF of E1 plus E2. Okay, it will give a total internal resistance of R1 plus R2. This is idea we get. So what is a voltage available to the device in this case? Voltage available to the device is equal to E equivalent minus I into R equivalent. What is the answer of E equivalent? E1 plus E2. What is the answer of R equivalent? It is R1 plus R2. Once again I will explain. See, we are discussing about which combination of cell? So we are discussing about the series combination of cells. How many cells are here? 2 cells are here. What are their internal resistances R1 and R2? What are their EMFs E1 and E2? So these are connected end to end and the combination is connected to a device. So the circuit is a closed circuit, no doubt. Then I am marking 3 points A, B and C. So first I am asking you what is a PD between the points A and B. PD between the points A and B means I am asking you what is the terminal PD of the first cell? How will you calculate terminal PD? Terminal PD is equal to EMF minus lowest volt. So EMF minus lowest volt. EMF is E1 minus lowest volt. How will you calculate lowest volt? IR. So I into what is small r? R1. No problem. Then similarly, what is the PD between the points B and C? I am asking you what is the terminal PD for the second cell? Terminal PD for the second cell equal to EMF minus lowest volt. EMF is E2, lowest volt is I into small r. I into what is small r? R2. Okay. So this is a terminal PD for the first cell. This is a terminal PD for the second cell. So what is a total terminal PD available for the device? So PD available is equal to this plus this. So E1 plus E2 minus I, then R1 plus R2. No problem. Then E1 plus E2 is a total EMF available. R1 plus R2 is a total internal resistance available. So the combination can be redrawn like this. This is a equivalent cell. So its a total EMF is E equivalent. What is the answer of E equivalent? It is E1 plus E2. Then what is the answer of R equivalent? R equivalent is equal to R1 plus R2. Okay, no problem. Now suppose the second cell is connected in the opposite way. That is, if the second cell is connected like this, what will be the final answer? So voltage available. What is the voltage available? Tell me. Available voltage is equal to, what is the answer? E equivalent minus I into R equivalent is the equation. Then E equivalent is E1 plus E2 in the first case. Here the second cell is connected in the opposite sense. So instead of E2 you must write minus E2. So here E equivalent is equal to E1 plus minus E2, then minus I into what will be R equivalent? Resistance has no direction. So R equivalent will be still R1 plus R2. See, if the second cell is connected in this way, that is here the negative terminals are connected together. Am I right? Then what will be the total EMF available? Total EMF available will be equal to E1 plus minus E2. Then what is the total internal resistance available? The internal resistance available will be R1 plus R2 itself. Reversing the cell is not a matter. Got it? So tell me about the series combination of cells. See, consider 2 cells of EMFs E1 and E2 connected as in figure. The internal resistances are R1 and R2. Then it is equivalent to a new cell. Its equivalent EMF is E equivalent and its internal resistance, equivalent internal resistance is R equivalent.
Then consider 3 points A, B and C as in figure. Then the circuit is a closed one. Then what is a PD between A and B? So I am asking, what is a PD? What is a terminal PD? Terminal PD is equal to EMF minus lowest volt. EMF is E1, lowest volt is I into small r. So I R1. Then what is a PD between B and C? I am asking you, what is a terminal PD for the second cell? EMF minus lowest volt. EMF E2 minus I into small r2. Then what is the total voltage available? That plus this. So I am getting this. Then E1 plus E2 can be written as E equivalent. R1 plus R2 can be written as R equivalent. So what is the total voltage available? E equivalent minus I into R equivalent. What is the equivalent EMF? E1 plus E2. What is the equivalent internal resistance? R1 plus R2. Then if the second cell is connected in the opposite manner, then E1 plus E2 minus E1 plus E2 becomes E1 plus minus E2. Then what about R1 plus R2? R1 plus R2 will not change. It will be still R1 plus R2. Got it?